Hi, welcome to Lash Class. Calicut University first semester AEC for Literatures PC Musthafa at Harvard Kennedy School എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് നിർമ്മിക്കുന്ന ID ഫ്രഷ് ഫുഡ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് PC മുസ്തഫ. അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ന് ഒരുപാട് വിറ്റുവരവും ആസ്തിയും എല്ലാമുള്ള വിജയകരമായിട്ടൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു വിജയത്തിലേക്ക് അദ്ദേഹത്തിന്റെ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് സഹായകമായത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, essay ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിന്റെ സമ്മറി നോക്കാം. PC Musthafa begins by expressing his gratitude and excitement to speak at such a prestigious institution. അപ്പോൾ ഹാർവാർഡ് പോലുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ സംസാരിക്കാൻ ലഭിച്ചിട്ടുള്ള അവസരത്തിൽ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. He recalls hearing of Harvard through its case studies as a student at ബാംഗ്ലൂരു IIM. അദ്ദേഹം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പഠിക്കുന്ന സമയത്ത് ഈ ഹാർവാർഡ് സ്കൂളിലെ കേസ് സ്റ്റഡീസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിലബസിനകത്ത് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഹാർവാർഡ് പോലുള്ള പ്രശസ്തമായിട്ടുള്ള സ്കൂളിനെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. ഇറ്റ് ഇൻസ്പയർഡ് എ പേഴ്സണൽ ഗോൾ ഫോർ ഹിം ടു ബി ഫീച്ചേർഡ് ഇൻ വൺ. അപ്പോൾ അന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു കേസ് സ്റ്റഡിയുടെ ഭാഗമാകണം. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് PC മുസ്തഫയുടെ ബിസിനസ് നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന്റെ ഈ പഠിക്കുന്ന സമയത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ഹാർവാർഡ് പോലുള്ള വലിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡി ഒരു സിലബസിന്റെ ഭാഗമായിട്ട് ഫീച്ചർ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. നൗ ആസ് ഹി റിയലൈസസ് ദാറ്റ് ഡ്രീം, ഹിസ് പ്രസൻസ് ദെയർ ബിക്കംസ് ഈവൻ മോർ മീനിങ് ഫുൾ. ഇപ്പോൾ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം അദ്ദേഹത്തിന് കൂടുതൽ മീനിങ് ഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. മുസ്തഫ ദെൻ റിഫ്ലെക്ട്സ് ഓൺ ഹിസ് ഏർലി ലൈഫ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഓർക്കുന്നത്. ഹി ഗ്രൂ അപ്പ് ഇൻ എ റിമോട്ട് വില്ലേജ് ഇൻ കേരള വെർ ഹിസ് ഫാമിലി ലിവ്ഡ് ഇൻ ഹംബിൾ കണ്ടീഷൻസ്. അദ്ദേഹം കേരളത്തിലെ ഒരു വിദൂര ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. വയനാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി ഹംബിൾ കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് കുറച്ച് ദാരിദ്ര്യമൊക്കെയുള്ള ഒരു വീട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഹിസ് ഫാദർ എ ഡെയിലി വേജ് വർക്കർ ഗ്രേറ്റ്ലി വാല്യൂഡ് എഡ്യൂക്കേഷൻ ഡിസ്പൈറ്റ് ദെയർ സ്ട്രഗിൾസ്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഡെയിലി വേജ് വർക്കർ ആയിരുന്നു, ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ ഈ സാമ്പത്തിക പ്രയാസത്തിനും ദാരിദ്ര്യത്തിനും എല്ലാം ഇടയിലും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വലിയ മൂല്യം കൽപ്പിക്കുകയും തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഹി ഷെയർസ് മെമ്മറീസ് ഓഫ് വാക്കിംഗ് മൈൽസ് ടു സ്കൂൾ ആൻഡ് ഹൗ അറ്റ് വൺ പോയിന്റ് ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് വാസ് എ റെയർ ലക്ഷറി. അദ്ദേഹം ആ കുട്ടിക്കാലത്തെ ഈ പ്രയാസം നിറഞ്ഞിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കിലോമീറ്ററുകളോളം നടന്നുകൊണ്ടാണ് അദ്ദേഹം സ്കൂളിലേക്ക് പോയിരുന്നതെന്ന് പറയുന്നു. അതായത് സ്കൂൾ ബസ് പോലുള്ള സംവിധാനങ്ങൾക്കുള്ള ഒരു സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരുപാട് ദൂരമൊക്കെ നടന്നു പോകണമായിരുന്നു. അതുകൂടാതെ തന്നെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് പോലും പല ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല, വല്ലപ്പോഴും ഒക്കെയാണ് അത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതായത് 3 നേരം ഭക്ഷണം പോലും ലഭിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. 2 നേരമാണ് ഭക്ഷണം ലഭിക്കുള്ളൂ. അപ്പോൾ അത്തരം ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജീവിച്ച് വളർന്നത് എന്നുള്ള ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ഇൻ 1995, Musthafa worked with multinational companies in India, Europe and the Middle East. അദ്ദേഹം അങ്ങനെ 1995 അദ്ദേഹത്തിന്റെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലും യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വിവിധ കമ്പനികളിൽ ജോലി ചെയ്തിരുന്നു. He recalls the moment he sent home his first salary, a significant event for his family that brought his father to tears. അങ്ങനെ ആദ്യമായിട്ട് സാലറി കിട്ടിയിട്ട് അത് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത നിമിഷം അദ്ദേഹം ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത്രയും പ്രയാസം നിറഞ്ഞിട്ടുള്ള, ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഇത്രയധികം പണം ശമ്പളം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ മകൻ എത്തി എന്നുള്ള ഒരു സന്തോഷത്തിൽ അദ്ദേഹം കരഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിലൂടെ അദ്ദേഹം ഈ ജീവിത വിജയം നേടിയെടുക്കുന്നതിന്റെ ഒരു തുടക്കം നമ്മളിവിടെ കാണുകയാണ്. Then he recounts founding ID Fresh Food in 2005 with his cousins, a brand that has since grown to be worth $100 million. അതിനുശേഷം 2005 അദ്ദേഹത്തിന്റെ കസിൻസിന്റെ കൂടെ അദ്ദേഹം ഈ ID ഫ്രഷ് ഫുഡ് എന്നുള്ള ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് ഒരു ജോലി നേടി
10 വർഷം ജോലി ചെയ്തു. 95-ൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. 2005-ലാണ് അദ്ദേഹം ഈ കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം നേടിയിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഈ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു മൂല്യം അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ബെനിഫിറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ കമ്പനി $100 മില്യൺ അല്ലെങ്കിൽ 500 കോടി വിറ്റ് വരവുള്ള വലിയൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. ദ ബ്രാൻഡ് നൗ സെൽസ് ട്രഡീഷണൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ടു മില്യൺസ്. ഇദ്ദേഹത്തിന്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ്. ഇഡ്ഡലി, ദോശ തുടങ്ങിയിട്ടുള്ളവയുടെ ബാറ്റർ അല്ലെങ്കിൽ മാവ് റെഡി ടു കുക്ക് എന്നുള്ള രീതിയിൽ നമുക്കറിയാം. ഇന്ന് റെഡി ടു കുക്ക് ചപ്പാത്തികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് പരത്തിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് കുക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ ദോശമാവ്, ഇഡ്ഡലി മാവ് ഒക്കെ അങ്ങനെ റെഡി ടു കുക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഐഡിയ ഫ്രഷ് ഫുഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ള ഒരു കുടുംബ സാഹചര്യത്തിൽ ജനിച്ച് വളർന്നിട്ടും അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ച് ജോലി നേടി, എന്നിട്ട് അങ്ങനെ സമ്പാദിച്ച പണം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കമ്പനി തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബിസിനസ് വളർച്ചയുമായി ബന്ധപ്പെട്ട 3 കഥകളും അതിലൂടെ 3 സന്ദേശങ്ങളുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മുസ്തഫാസ് ഫസ്റ്റ് സ്റ്റോറി ഈസ് അബൌട്ട് ഇന്നോവേഷൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ ഇന്നോവേഷനുമായി ബന്ധപ്പെട്ടതാണ്, ഈ പുതിയ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടതാണ്. സെന്റേഡ് അറൌണ്ട് ക്രിയേറ്റിംഗ് ഐഡിയസ് വട പാക്ക്. അദ്ദേഹത്തിന്റെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഐഡി വട പാക്ക്. ഉഴുന്നുവട ആർക്കും എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് അദ്ദേഹത്തിന്റെ കമ്പനി നിർമ്മിച്ചിട്ടുള്ളത്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വട, എ പോപ്പുലർ സൗത്ത് ഇന്ത്യൻ സ്നാക്ക്, ട്രഡീഷണലി റിക്വയർഡ് സ്കിൽ ആൻഡ് എഫേർട്ട് ടു പ്രിപ്പയർ അറ്റ് ഹോം. നമുക്കറിയാം, ഉഴുന്നുവട എന്ന് പറയുന്നത് വീടുകളിൽ നമുക്ക് അത്ര എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഫുഡല്ല. കാരണം അതിന്റെ ആ ഒരു ഷേപ്പ്, സെൻട്രലിൽ ഒരു ഹോളോട് കൂടിയിട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് സ്കിൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഉഴുന്നുവട. അതുകൊണ്ട് പല വീടുകളിലും അത് ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. The challenge of simplifying this process led to creating a pack that allows anyone to make vadas easily. അപ്പോൾ ഈ ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. ആർക്കും വളരെ എളുപ്പത്തിൽ ഇതുപോലെ ആ കൃത്യമായ ഷേപ്പോട് കൂടിയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ കാണുന്നത് പോലെ ആ ഒരു പാക്കിനകത്ത് ട്യൂബ് ഉണ്ട്. ആ ട്യൂബിൽ ഒരു നോസിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മാവ് പുറത്തു വരുന്ന സമയത്ത് തന്നെ ആ നോസിൽ ഉപയോഗിച്ചുകൊണ്ട് അത് കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഷേപ്പിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഈ ഉഴുന്നുവടകൾ ആ ഷേപ്പോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ കമ്പനി നിർമ്മിക്കുന്നു. He explains that the product exemplifies how innovation can arise from common sense rather than complex technology. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ കാണുന്നത് കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇന്നോവേഷൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഇന്നോവേഷൻ അവിടെ നടത്തിയിരിക്കുന്നു. അപ്പൊ ഇതിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒരുപാട് ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊക്കെ വേണം എന്ന് കരുതി നമുക്ക് തുടങ്ങാതിരിക്കേണ്ട സാഹചര്യമില്ല. മറിച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ബിസിനസ് ഐഡിയാസ് ഉണ്ടാക്കാൻ സാധിക്കും. വലിയ ടെക്നോളജി ഒന്നും ആവശ്യമില്ലാതെയും ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്താൻ സാധിക്കും എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇൻ ഹിസ് സെക്കൻഡ് സ്റ്റോറി, മുസ്തഫ ഡിസ്കസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ആൻഡ് അവോയ്ഡിങ് ഷോർട്ട് കട്ട്സ്. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത കഥയിൽ അദ്ദേഹം പറയുന്നത് എത്തിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചും അതുപോലെ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കുറുക്കു വഴികൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ള ഒരു സന്ദേശത്തെ കുറിച്ചിട്ടുമാണ്. Despite the struggles in the early stages, he refused to take interest-based loans as it was against his ethical philosophy. അപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇന്നുള്ള അത്ര സെയിൽസ് അന്നില്ല. അപ്പോൾ ലഭിക്കുന്ന വരുമാനം തന്നെ അതിലുള്ള പ്രൊഡക്ട്സ് വാങ്ങുന്നതിനും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ തന്നെ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ്. അദ്ദേഹത്തിന് ലാഭമായിട്ട് കാര്യമായിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു. പക്ഷെ അത് ഇൻട്രസ്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ പലിശ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ലോൺ എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല. നമുക്കറിയാം, അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം അനുസരിച്ചുകൊണ്ട് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ ആ ഒരു ധാർമ്മിക മൂല്യം കാരണം കൊണ്ടാണ് അദ്ദേഹം അത് ലോൺ എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു തീരുമാനം അദ്ദേഹത്തിന് സഹായകരമാവുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ബാധ്യത ഉണ്ടാക്കി വെക്കാതെ സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ച അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ലഭിക്കുന്നതിന് ആ ഒരു തീരുമാനം സഹായകമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്തഫ റീകോൾസ് വെൻ ദ കമ്പനി റിസീവ്ഡ് ആൻ ഓഫർ ഫ്രം ദ താജ് ഹോട്ടൽ ഫോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ദർ ചില്ലി ഡയമണ്ട് ഗട്ട്സ്.
അതിനുശേഷം അദ്ദേഹം പറയുന്നത് താജ് ഹോട്ടൽ, നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നാണ്, അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഡയമണ്ട് കട്ട് പ്രൊഡക്ട്സിന്റെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ഡയമണ്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ സമൂസ പോലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ കിലോ കണക്കിന് ഈ ഡയമണ്ട് കട്ടുകൾ എല്ലാ ദിവസവും വേണം എന്നാണ് താജ് ഹോട്ടലിൽ നിന്ന് അവര് ഓർഡർ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ഓർഡറും അദ്ദേഹം സ്വീകരിക്കേണ്ടെന്ന് വയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം though potentially profitable, he refused it as the hotel intended to serve their product in bar counters. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു വരുന്നേ ഉള്ളൂ. അന്ന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭമൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നത് 1,00,000 രൂപ വരെ ഒരു മാസം അദ്ദേഹത്തിന് ലാഭമായിട്ട് മാത്രം എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ലഭിക്കുമായിരുന്നു ആ ഓർഡർ സ്വീകരിച്ചിരുന്നെങ്കിൽ. പക്ഷെ എന്നിട്ടും അദ്ദേഹം അത് വേണ്ടാന്ന് വയ്ക്കുന്നു. കാരണം താജ് ഹോട്ടലിലെ ബാർ കൗണ്ടറുകളിലാണ് ഈ ഡയമണ്ട് കട്ട് അവർ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ എത്തിക്കൽ ഫിലോസഫി അനുസരിച്ചുകൊണ്ട് അദ്ദേഹം മദ്യത്തെ അനുകൂലിക്കുന്നില്ല, ആൽക്കഹോളിനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബിസിനസ് വേണ്ട എന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇൻ ദ ലോങ് റൺ ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ ആസ് ദേ കുഡ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് ദർ ബ്രാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിങ് എ കോൺട്രാക്ട് മാനുഫാക്ചറർ. ഈ ഒരു തീരുമാനവും അദ്ദേഹത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആ ഓർഡർ സ്വീകരിച്ചിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് ഇതുപോലെ വരുമാനം ലഭിക്കുമായിരുന്നെങ്കിലും അദ്ദേഹം ഒരു കോൺട്രാക്ട് മാനുഫാക്ചറർ ആയിട്ട് മാറുമായിരുന്നു. ഈ ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങനെ ഒരു കമ്പനിയായിട്ട് മാറുമായിരുന്നു. അത് സ്വീകരിക്കാതിരിക്കുന്നതിലൂടെ ഇവരുടെ സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതുപോലെ ഓർഡർ സ്വീകരിച്ച് ഹോട്ടലുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് മാനുഫാക്ചർ ആയിട്ട് മാറാതെ ഇന്ന് കാണുന്ന പോലെ വലിയൊരു കമ്പനിയായിട്ട് സ്വന്തം ബ്രാൻഡായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത് അങ്ങനെ ഒരു ധാർമ്മിക തീരുമാനം എടുത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. He advises his audience to avoid shortcuts and adhere to their principles, emphasizing that long-term success is rooted in ethics. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറുക്കു വഴികൾ സ്വീകരിക്കാതെ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള തീരുമാനം എടുക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് ലാഭം ലഭിക്കില്ല എന്നുണ്ടെങ്കിലും ഇൻ ദ ലോങ് റൺ നമുക്ക് ഭാവിയിൽ നമുക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നത് ഈ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. മുസ്തഫാസ് ഫൈനൽ സ്റ്റോറി ഈസ് അബൌട്ട് ബിൽഡിംഗ് ട്രസ്റ്റ് വിത്ത് കസ്റ്റമേഴ്സ്. ഇനി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കഥയിൽ അദ്ദേഹം പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം നേടിയെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഹി റീകോൾസ് ദ സ്കെപ്റ്റിസിസം ഐഡി ഫേസ്ഡ് ഇൻ സെല്ലിംഗ് പാക്കേജ്ഡ് ഫുഡ് ആസ് മെനി ബിലീവ്ഡ് പാക്കേജ്ഡ് ഫുഡ് ഈസ് അൺഹെൽത്തി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കമ്പനി തുടങ്ങുന്നത് 2005-ലാണ്. ഇന്ന് ഒരു 20 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ കമ്പനി ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ആളുകൾ പാക്കേജ് ഫുഡിനെ ഒരു സ്കെപ്റ്റിസിസത്തോടു കൂടി അല്ലെങ്കിൽ സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചിരുന്നതെന്ന് അദ്ദേഹം ഓർക്കുന്നു. അതായത് ഇത് ഹെൽത്തി ആണോ, ഇത് പ്രിസർവേറ്റീവ്സ്, നമുക്കറിയാം ഭക്ഷണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ അതിനകത്ത് ചേർത്തുണ്ടായിരിക്കും, അല്ലാതെ ഈ പാക്കറ്റിനകത്താക്കി ഇത് വിൽക്കാൻ പറ്റുമോ, അപ്പോൾ അത് ഹെൽത്തി ആയിരിക്കില്ല എന്നൊക്കെയാണ് ആളുകൾ ഈ പാക്കേജ് ഫുഡിനെ കുറിച്ച് കരുതുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ ഒരു വിശ്വാസ്യത ലഭിക്കാത്തത് കൊണ്ട് കാര്യമായിട്ടുള്ള സെയിൽസ് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കുന്നുണ്ട്. They overcome it with a campaign featuring an unmanned cooler in stores. ഇത് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ഒരു അൺമാൻഡ് കൂളർ എന്ന് പറഞ്ഞ ഒരു റെഫ്രിജറേറ്റർ ആണ് അവരുടെ പ്രൊഡക്റ്റ്. ഈ ഫുഡ് പ്രൊഡക്റ്റ്, റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് അവിടെ ഈ റെഫ്രിജറേറ്ററിനകത്ത് സ്റ്റോറുകളിൽ വെച്ചിരിക്കുന്നു. കസ്റ്റമേഴ്സ് were invited to take products and leave money, relying purely on trust. ഇനി അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടില്ല, അവിടെ നോക്കാൻ വേണ്ടി വേറെ ആരും നിർത്തിയിട്ടില്ല. അവരുടെ റെഫ്രിജറേറ്ററിനകത്ത് ഇതുപോലെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, റെഡി ടു മേക്ക് ഫുഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അവിടെ ആളുകൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ഒരു ബോക്സും വെച്ചിട്ടുണ്ട്. ആളുകൾ അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുക, അതിന് എത്ര രൂപയാണോ അത് ആ ബോക്സിനകത്ത് ഇടുക. ആളുകൾ ബോക്സിനകത്ത് പണം ഇട്ടുകൊണ്ടാണോ ഇടാതെയാണോ അത് എടുക്കുന്നത്, ഇനി ആ ബോക്സ് തന്നെ ആളുകൾ അവിടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാമറയോ അത് നോക്കാൻ ആളെ ഒന്നും വെച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സിനോടുള്ള വിശ്വാസ്യതയിൽ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് ഈ അൺമാൻഡ് കൂളറിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. Then this initiative was successful, boosting the brand's credibility and sales while demonstrating that trust can be built by showing faith in the customer first. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ വളരെ വിജയകരമാവുകയും കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് അവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസിലൂടെ ഇവര് അങ്ങനെ പണത്തിന് വേണ്ടി അങ്ങനെ പലതും ചെയ്യുന്ന ആളുകളൊന്നുമല്ല, ഇവരുടെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, അങ്ങനെ പണത്തിന് വേണ്ടി ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് കസ്റ്റമേഴ്സ് ഇവരെയും വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റോറിയിലെ സന്ദേശമായിട്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾക്ക് കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് ആദ്യം വിശ്വസിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം പറയുന്നത്. ഹി സമ്മറൈസസ് ഹിസ് ക്രിട്ടിക്കൽ മെസ്സേജസ് ഓൺ ഇന്നോവേഷൻ, എത്തിക്സ് ആൻഡ് ട്രസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് 3 സ്റ്റോറിയിലൂടെ 3 സന്ദേശങ്ങളാണ്. ഒന്ന് ഇന്നോവേഷനുമായി ബന്ധപ്പെട്ടത്, കോമൺ സെൻസിലൂടെ ഇന്നോവേഷൻ നടത്താൻ കഴിയുമെന്നുള്ളത്. മറ്റൊന്ന് എത്തിക്സുമായി ബന്ധപ്പെട്ടത്, ഈ ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ബിസിനസ് വിജയം നേടാൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ ട്രസ്റ്റ്, കസ്റ്റമേഴ്സിനെ വിശ്വസിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്നുള്ള ആ ഒരു മെസ്സേജുകൾ അദ്ദേഹം ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. റിഫ്ലക്റ്റിംഗ് ഓൺ ഹിസ് ജേർണി ഫ്രം എ വില്ലേജ് ഇൻ കേരള ടു ഹാർവേഡ്, ഹി എൻകറേജസ് ഹിസ് ഓഡിയൻസ് ടു സീ ഇന്ത്യ ആസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്ന് ഹാർവാർഡിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു യാത്രയിലെ അനുഭവങ്ങളുടെ ഈ കഥകൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഇന്ത്യ ഒരു വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് എന്നൊരു സന്ദേശം അദ്ദേഹം ഓഡിയൻസിന് നൽകുന്നു. ഹി ക്ലോസസ് വിത്ത് എ വീഡിയോ ഡെഡിക്കേറ്റഡ് ടു മദേഴ്സ്, ഓണറിംഗ് ദം ആസ് എ മോസ്റ്റ് ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസസ് ഇൻ ലൈഫ്. ഇനി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് അദ്ദേഹം നമ്മുടെ അമ്മമാരെയാണ് പറയുന്നത്. കാരണം അമ്മമാർ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്ക് അനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിലൂടെ അവരുടെ സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ള സന്ദേശം നൽകുന്ന ഒരു വീഡിയോയോട് കൂടിയിട്ടാണ് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇൻസ്പയർഡ് PC മുസ്തഫ ടു സ്റ്റാർട്ട് ID ഫ്രഷ് ഫുഡ്? ഈ ഒരു ഫ്രഷ് ഫുഡിന്റെ ബിസിനസ് തുടങ്ങാൻ അദ്ദേഹത്തിനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? PC മുസ്തഫ വാസ് ഇൻസ്പയർഡ് ടു സ്റ്റാർട്ട് ID ഫ്രഷ് ഫുഡ് ആഫ്റ്റർ നോട്ടീസിംഗ് ദി ഡിഫിക്കൽട്ടി മെനി പീപ്പിൾ ഫേസ് ഇൻ പ്രിപ്പയറിംഗ് ട്രഡീഷണൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്സ് ലൈക്ക് ഇഡ്ലി ആൻഡ് ദോശ അറ്റ് ഹോം. അപ്പോൾ ഇഡ്ലി, ദോശ പോലുള്ള ട്രഡീഷണൽ ഇന്ത്യൻ ഫുഡ് വീടുകളിൽ നിർമ്മിക്കാൻ ആളുകൾ നേരിടുന്ന പ്രയാസം കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത്. ഇഡ്ലിയും ദോശയും ഉണ്ടാക്കാൻ എന്താണ് പ്രയാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യമാണ്, ഈ ടൗണുകളിൽ തിരക്ക് പിടിച്ച ജീവിതം ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ഇതുപോലെ തലേ ദിവസം തന്നെ മാവ് തയ്യാറാക്കി വെക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഈ ട്രഡീഷണൽ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ലഭിക്കുന്നത്. He wanted to create a convenient, high quality solution for fresh and authentic batter. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്നതിനുള്ള മാവ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഐഡിയ ആയിട്ട് സ്വീകരിക്കുന്നത്. വാട്ട് വാസ് ദ മെയിൻ ചലഞ്ച് ഇൻ മേക്കിംഗ് വഡാസ് അറ്റ് ഹോം അക്കോർഡിംഗ് ടു മുസ്തഫ? ഇനി മുസ്തഫയുടെ അഭിപ്രായത്തിൽ വീടുകളിൽ വട നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉഴുന്നുവട നിർമ്മിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വെല്ലുവിളി എന്താണ്? The main challenge in making vadas at home, according to Musthafa, was shaping the batter into a traditional donut shape, which can be difficult for many home cooks. അതിന്റെ ഷേപ്പാണ് പ്രധാനപ്പെട്ട ചലഞ്ചായിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം ഉഴുന്നുവടയുടെ ആ ഒരു ഹോളോട് കൂടിയിട്ടുള്ള ആ ഷേപ്പ് ഇതുപോലെ വീടുകളിലൊക്കെ പാചകം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രയാസകരമായിട്ടുള്ള കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. How did ID Fresh Food solve the problem of making vadas at home? ഇനി ഈ ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്നതിലുള്ള ഈ ഒരു പ്രയാസം എങ്ങനെയാണ് ഇവർ സോൾവ് ചെയ്യുന്നത്? ID Fresh Food solved the problem of making vadas by introducing a specially designed vada batter pack with a nozzle that allowed users to shape vada directly in the frying pan easily. അപ്പോൾ ഈ ഒരു ബാറ്റർ പാക്ക്, ഈ മാവിന്റെ പാക്കിങ്ങിലൂടെയാണ് അവർ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്. ആ ഒരു നോസിൽ ഘടിപ്പിച്ചിട്ടുള്ള ട്യൂബ് ആയതുകൊണ്ട് ഈ ബാറ്റർ പുറത്തു വരുന്ന സമയത്ത് തന്നെ ആ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിൽ അവർ ഈ പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Why did Musthafa reject the large order from the Taj Hotel? ഈ താജ് ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ഒരു ഓർഡർ എന്തുകൊണ്ടാണ് അവർ നിരസിക്കുന്നത്? മുസ്തഫ റിജക്റ്റഡ് ദ ലാർജ് ഓർഡർ ഫ്രം താജ് ഹോട്ടൽ ബിക്കോസ് ഇറ്റ് കൺഫ്ലിക്റ്റഡ് വിത്ത് ഹിസ് പേഴ്സണൽ വാല്യൂസ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ വാല്യൂസ് അല്ലെങ്കിൽ വ്യക്തി മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം അത് നിരസിക്കുന്നത്. ദ ഹോട്ടൽ വാണ്ടഡ് ടു സെർവ് ദെയർ പ്രൊഡക്റ്റ് അറ്റ് എ ബാർ കൗണ്ടർ വിച്ച് ഡിഡ് നോട്ട് അലൈൻ വിത്ത് ഹിസ് എത്തിക്കൽ വാല്യൂസ്. ഈ ഹോട്ടല് ബാർ കൗണ്ടറിലാണ് ഈ ഡയമണ്ട് കട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ എത്തിക്കൽ വാല്യൂസിന്, ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഓഫർ നിരസിക്കുന്നത്. വാട്ട് വാസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി അൺമാൻഡ് കൂളർ ക്യാമ്പയിൻ ഫോർ ID ഫ്രഷ് ഫുഡ്? ഇനി ഇവരുടെ അൺമാൻഡ് കൂളർ ക്യാമ്പയിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദി അൺമാൻഡ് കൂളർ ക്യാമ്പയിൻ വാസ് സിഗ്നിഫിക്കന്റ് ഫോർ ID ഫ്രഷ് ഫുഡ് ബിക്കോസ് ഇറ്റ് ബിൽറ്റ് കസ്റ്റമർ ട്രസ്റ്റ്. ഇവരുടെ ബിസിനസ് തുടങ്ങിയ അവസരത്തിൽ കസ്റ്റമർ ട്രസ്റ്റ്, കസ്റ്റമേഴ്സിന്റെ വിശ്വാസ്യത അവർ നേടിയെടുക്കുന്നത് ഈ ഒരു ക്യാമ്പയിനിലൂടെയാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യമായിട്ട് നമ്മൾ കാണുന്നത്.
ഇറ്റ് അലൗഡ് ദ കസ്റ്റമേഴ്സ് ടു ടേക്ക് പ്രൊഡക്ട്സ് ആൻഡ് ലീവ് പേയ്മെന്റ്സ് വിത്തൗട്ട് സൂപ്പർവിഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് പണം നിക്ഷേപിച്ചുകൊണ്ട് ആ കൂളറിൽ നിന്ന് അവർക്ക് ഈ ഫുഡ് പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോവാം. സൂപ്പർവിഷൻ ഒന്നും അവിടെ ഉണ്ടായിരിക്കില്ല. റീഇൻഫോഴ്സിംഗ് ദ ബ്രാൻഡ്സ് കമ്മിറ്റ്മെന്റ് ടു ട്രാൻസ്പെറൻസി ആൻഡ് കസ്റ്റമർ ട്രസ്റ്റ്. അപ്പോൾ ഇവരുടെ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത, ബിസിനസിന്റെ സുതാര്യത മനസ്സിലാക്കുകയും അങ്ങനെ കസ്റ്റമർ ട്രസ്റ്റ് നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിന്റെ പ്രാധാന്യമായിട്ട് നമ്മൾ കാണുന്നത്. വാട്ട് അക്കോർഡിംഗ് ടു മുസ്തഫാസ് ബിലീഫ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഫോർ ഇന്നോവേഷൻ. ഇനി ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഇന്നോവേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മുസ്തഫ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഫോർ ഇന്നോവേഷൻ ഈസ് കോമൺ സെൻസ്. ഇദ്ദേഹം പറയുന്നത് കോമൺ സെൻസ് ആണ് നമ്മുടെ ഇന്നോവേഷന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. ബൈ ഫോക്കസിംഗ് ഓൺ സിംപ്ലിസിറ്റി റദർ ദാൻ കോംപ്ലക്സ് ടെക്നോളജി വി ക്യാൻ ഫൈൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ആവശ്യമില്ലാതെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വട ബാറ്റർ പാക്കാണ്, ഉഴുന്നുവട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു പാക്കാണ് അദ്ദേഹം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഹൗ ഡിഡ് മുസ്തഫാസ് ഫാദർ റിയാക്ട് ടു ഹിസ് ഫസ്റ്റ് സാലറി? ഇനി മുസ്തഫയുടെ ഫാദർ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് സാലറിയോട് റിയാക്ട് ചെയ്യുന്നത്? മുസ്തഫാസ് ഫാദർ വാസ് ഡീപ്ലി മൂവ്ഡ് വെൻ മുസ്തഫ സെൻഡ് ഹിസ് ഫസ്റ്റ് സാലറി ഹോം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സാലറി വീട്ടിലേക്ക് അയച്ച സമയത്ത് വളരെ വൈകാരികമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹത്തിന്റെ ഫാദറിന് ഉണ്ടാവുന്നത്. ഹിസ് ഫാദർ ക്രൈഡ്, ഫീലിംഗ് പ്രൗഡ് ആൻഡ് ഇമോഷണൽ ആസ് ഇറ്റ് സിംബലൈസ് ദ ഫാമിലി സാക്രിഫൈസസ് പേയിങ് ഓഫ്. അവരുടെ ഫാമിലി ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്, ഇദ്ദേഹം പഠിച്ചു വളർന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വിജയത്തിലേക്ക് എത്തിയതിന്റെ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം കരയുകയാണ് ചെയ്യുന്നത്. വാട്ട് വാസ് മുസ്തഫാസ് എത്തിക്കൽ ഫിലോസഫി റിഗാർഡിംഗ് ബിസിനസ് ലോൺസ്? ഇനി ബിസിനസ് ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ എത്തിക്കൽ ഫിലോസഫി എന്തായിരുന്നു? മുസ്തഫാസ് എത്തിക്കൽ ഫിലോസഫി റിഗാർഡിംഗ് ലോൺ ഈസ് ബേസ്ഡ് ഓൺ ഈസ് അവേർഷൻ ടു ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പണത്തിന് പലിശ കൊടുക്കുക എന്നുള്ള സംവിധാനത്തോടുള്ള എതിർപ്പാണ് അദ്ദേഹത്തിന് ലോണിനോടുള്ള ഫിലോസഫിയിൽ നമ്മൾ കാണുന്നത്. ഗിവിംഗ് ഓർ ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റ് കൺസിഡേർഡ് അൺഎത്തിക്കൽ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വാട്ട് വാസ് ദി ഔട്ട്കം ഓഫ് ID ഫ്രഷ് ഫുഡ്സ് ഡിസിഷൻ ടു റിജക്ട് ദ താജ് ഹോട്ടൽ ഓർഡർ? ഇനി താജ് ഹോട്ടലിൽ നിന്ന് ലഭിച്ച ഇവർക്ക് ആ വലിയ ഓർഡർ റിജക്ട് ചെയ്യാനുള്ള ആ ഒരു തീരുമാനത്തിന്റെ ഔട്ട്കം എന്തായിരുന്നു? ദി ഔട്ട്കം ഓഫ് ID ഫ്രഷ് ഫുഡ്സ് ഡിസിഷൻ ടു റിജക്ട് ദ താജ് വാസ് പോസിറ്റീവ്. ഇനി താജ് ഹോട്ടലിന്റെ ഓർഡർ നിരസിക്കാനുള്ള ആ ഒരു തീരുമാനത്തിന് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് ഉണ്ടാവുന്നത്. ഇറ്റ് ഹെൽപ്പ് ദം ഫോക്കസ് ഓൺ ബിൽഡിംഗ് ദർ ബ്രാൻഡ് റദർ ദാൻ ബിക്കമിങ് എ കോൺട്രാക്ട് മാനുഫാക്ചറർ. അപ്പോൾ ഈ ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ സ്വീകരിച്ചിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് മാനുഫാക്ചറർ ആയിട്ട് മാറാതെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി വരുന്നതിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം സഹായിച്ചു. വാട്ട് മെസ്സേജ് ഡസ് മുസ്തഫ കൺവേ അബൌട്ട് ട്രസ്റ്റ് ഇൻ ബിസിനസ്? ഇനി ബിസിനസ്സിലെ വിശ്വാസ്യതയെക്കുറിച്ച് അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകുന്നത്? മുസ്തഫാസ് മെസ്സേജ് അബൌട്ട് ട്രസ്റ്റ് ഇൻ ബിസിനസ് ഇസ് ദാറ്റ് ട്രസ്റ്റ് ഷുഡ് ബി മ്യൂച്വൽ. അപ്പോൾ ഇദ്ദേഹം വിശ്വാസ്യതയെക്കുറിച്ച് പറയുന്നത് അത് മ്യൂച്വൽ ആയിരിക്കണം, പരസ്പര വിശ്വാസമാണ് ബിസിനസ്സിനകത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം നൽകുന്നത്. ബൈ ട്രസ്റ്റിംഗ് ദെയർ കസ്റ്റമേഴ്സ് ID ഫ്രഷ് ഫുഡ് ഏൺഡ് ലോയൽറ്റി ആൻഡ് റെസ്പെക്ട്. അപ്പോൾ കസ്റ്റമേഴ്സിനെ വിശ്വസിക്കുന്നതിലൂടെയാണ് കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുത്തത് എന്നുള്ളൊരു സ്റ്റോറിയാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് മ്യൂച്വൽ ആയിരിക്കണം, പരസ്പര വിശ്വാസമായിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡിഡ് PC മുസ്തഫാസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ് ഷേപ്പ് ഹിസ് എന്റർപ്രന്യൂവൽ ജേണി? ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിത അനുഭവങ്ങൾ ഈ ബിസിനസ് യാത്രയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? ഗ്രോയിങ് അപ്പ് ഇൻ എ മോഡസ്റ്റ് വില്ലേജ് ഇൻ കേരള, മുസ്തഫാസ് ചൈൽഡ്ഹുഡ് വാസ് മാർക്ക്ഡ് ബൈ ഫിനാൻഷ്യൽ ചലഞ്ചസ് ദാറ്റ് ഷേപ്ഡ് ഹിസ് ക്യാരക്ടർ ആൻഡ് അപ്രോച്ച് ടു ലൈഫ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏർലി ലൈഫിൽ, ജീവിതത്തിലെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു സാമ്പത്തിക പ്രയാസങ്ങളും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുകയും ജീവിത വീക്ഷണം രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. ഹിസ് ഫാദേഴ്സ് അൺവേവറിംഗ് ബിലീഫ് ഇൻ ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്പയർഡ് ഹിം ടു പെർസ്യൂ നോളജ് ഡിസ്പൈറ്റ് ലിമിറ്റഡ് റിസോഴ്സസ്. ഇനി അദ്ദേഹത്തിന്റെ പിതാവ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശം ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ നൽകിയിരുന്നു. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും ആ ഒരു ഹാർഡ് വർക്കിലൂടെ അത് നേടിയെടുക്കുക എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു അനുഭവത്തിലൂടെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്.
These early hardships instilled in him resilience, humility, and an appreciation for opportunity. അപ്പോൾ ഈ ഏർലി ലൈഫിലുള്ള പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അദ്ദേഹം നിശ്ചയദാർഢ്യം, വിനയം, അതുപോലെ തന്നെ അവസരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ നേടിയെടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. ദീസ് ക്വാളിറ്റീസ് വുഡ് ലേറ്റർ ഗൈഡ് ഹിസ് എന്റർപ്രന്യൂവൽ വിഷൻ. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ് വിഷനെ ഈ മൂല്യങ്ങളെല്ലാം സ്വാധീനിക്കുന്നത് നമ്മൾ കാണുന്നു. ത്രൂ ID Fresh Food, Musthafa sought to bring the same values of simplicity and authenticity he learned in his youth. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ചെടുത്തിട്ടുള്ള ആ ഒരു സിംപ്ലിസിറ്റി, ലാളിത്യത്തിന്റെയും ഒതന്റിസിറ്റി, ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ആ ഒരു റിലേഷന്റെയും പ്രൊഡക്റ്റിന്റെയും എല്ലാം ഗുണങ്ങളാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിനകത്തും കാണുന്നത്. What was the innovative solution that ID Fresh Food developed for making vadas at home? ഇനി വീടുകളിൽ ഉഴുന്നുവട നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ID Fresh Food കണ്ടെത്തിയിട്ടുള്ള സൊല്യൂഷൻ എന്തായിരുന്നു? ID Fresh Food revolutionized home cooking by creating a vada batter pack with a nozzle. ഒരു നോസിലോട് കൂടിയിട്ടുള്ള പാക്ക് കൊണ്ടാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം അവർ ഈ ഒരു ഉഴുന്നുവടയുടെ നിർമ്മാണത്തിൽ കൊണ്ടുവരുന്നത്. ഇറ്റ് സിംപ്ലിഫൈഡ് ദ ട്രിക്കി പ്രോസസ് ഓഫ് ഷേപ്പിംഗ് ദ ട്രഡീഷണൽ ഡോനട്ട് സ്റ്റൈൽ സ്നാക്ക്. ആ ഒരു ഉഴുന്നുവടയുടെ ഷേപ്പ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ അവർ ഇതിലൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. ദിസ് ഇന്നോവേഷൻ ടേൺഡ് എ ലേബർ ഇന്റൻസീവ് ടാസ്ക് ഇൻ ടു ആൻ എഫേർട്ട്ലെസ് വൺ. അപ്പോൾ വളരെ ശ്രമകരമായിട്ടുള്ള ആ ഒരു ജോലിയെ എളുപ്പത്തിലുള്ള ഒരു ജോലിയാക്കി മാറ്റാൻ ഈ ഒരു ഇന്നോവേഷൻ കൊണ്ട് സാധിച്ചു. അലോവിങ് എനിവൺ ടു ക്രിയേറ്റ് പെർഫെക്റ്റ് വഡാസ് ഡയറക്ട്ലി ഇൻ ദ ഫ്രൈയിങ് പാൻ. അങ്ങനെ കാര്യമായിട്ടുള്ള ഈ സ്കില്ലുകൾ ഇല്ലാത്ത ആർക്കും തന്നെയും എളുപ്പത്തിൽ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നോവേഷൻ കൊണ്ട് സാധിക്കുന്നു. The solution was to place a nozzle on the package tube, making the batter come out with a hole in the middle. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൊല്യൂഷൻ ഉള്ളത് ആ പാക്കറ്റിന്റെ ട്യൂബിനകത്ത് ഒരു നോസിൽ സ്ഥാപിക്കുകയും ഈ മാവ് പുറത്തു വരുന്ന സമയത്ത് തന്നെ ആ ഷേപ്പോട് കൂടി വരികയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ഇന്നോവേഷൻ ക്യാൻ സ്റ്റെം ഫ്രം ദ സിംപ്ലസ്റ്റ് ഓഫ് ഐഡിയാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നോവേഷൻ നടത്താൻ കഴിയും എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. Why did Musthafa and his team decide against taking the Taj Hotel order? And what does this reveal about their business values? ഇനി എന്തുകൊണ്ടാണ് മുസ്തഫയും അദ്ദേഹത്തിന്റെ ടീമും താജ് ഹോട്ടലിന് ലഭിച്ച ഓർഡർ നിരസിക്കാനുള്ള കാരണം? അവരുടെ വാല്യൂസിനെ കുറിച്ച് എന്താണ് ഇത് പറയുന്നത്? ഡിസ്പൈറ്റ് ദ അല്യൂർ ഓഫ് എ ലാർജ് ഓർഡർ, വലിയ ഒരു ഓർഡർ എന്നുള്ള കിലോ കണക്കിന് എന്നുള്ള ഒരു പ്രലോഭനമാണ് അവർക്ക് ഈ ഓർഡറിൽ ലഭിക്കുന്നതെങ്കിലും Musthafa and his team turned down the Taj Hotel when they learned their product would be served at bar counters. ബാർ കൗണ്ടറുകളിലാണ് ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്നത് എന്ന് അറിയുമ്പോഴാണ് ആ ഒരു ഓഫർ സ്വീകരിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുന്നത്. The decision highlighted the importance ID Fresh Food places on aligning business choices with ethical values, even if it means passing up a profit. അപ്പോൾ വലിയ പ്രോഫിറ്റുകൾ ഉപേക്ഷിച്ചുകൊണ്ടാണെങ്കിലും എത്തിക്കൽ വാല്യൂസിൽ, ധാർമ്മിക മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സാണ് ഇവർ നടത്തുന്നത് എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു തീരുമാനത്തിൽ നമ്മൾ കാണുന്നത്. ദ ഡിസിഷൻ ഹെൽപ്ഡ് ദം ഫോക്കസ് ഓൺ ബിൽഡിംഗ് ദർ ബ്രാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിംഗ് എ കോൺട്രാക്ട് മാനുഫാക്ചറർ. ഇനി ഇവരുടെ ബിസിനസ്സിനെ ഈ ഒരു തീരുമാനം സഹായിക്കുകയും ചെയ്തിരുന്നു നമ്മൾ കാണുന്നുണ്ട്. കാരണം ഒരു കോൺട്രാക്ട് മാനുഫാക്ചറർ ആവുന്നതിന് പകരം സ്വന്തം ബ്രാൻഡ് വളർത്തിയെടുക്കുന്നതിന് അവർക്ക് ഈ ഒരു തീരുമാനത്തിലൂടെ സാധിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. How did the unmanned cooler campaign help ID Fresh Food build trust with its customers? ഇനി അൺമാൻഡ് കൂളർ ക്യാമ്പയിനിലൂടെ കസ്റ്റമർ ട്രസ്റ്റ് നേടാൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? ID took a unique approach by allowing customers to pick up products and leave payment without supervision. ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് അതിന്റെ പണം അവിടെ നിക്ഷേപിക്കുക, ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു ക്യാമ്പയിനിൽ നമ്മൾ കാണുന്നത്. This campaign was designed to break down any distrust around packaged food and demonstrate ID's commitment to transparency and honesty. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പാക്കേജ്ഡ് ഫുഡ് ഹെൽത്തി അല്ല എന്നുള്ള ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രസ്റ്റ് ആളുകളുടെ ഇടയിൽ ഇവരുടെ പ്രൊഡക്ട്സിനോട് ഉണ്ടായിരുന്നു. അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ സത്യസന്ധതയും സുതാര്യതയുമുള്ള ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സ് അപ്രീഷിയേറ്റഡ് ദിസ് ഷോ ഓഫ് കോൺഫിഡൻസ്, ലീഡിംഗ് ടു സ്ട്രോങ്ങർ ലോയൽറ്റി ആൻഡ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ബിറ്റ്വീൻ ID ആൻഡ് ഇറ്റ്സ് ബയേഴ്സ്.
അപ്പോൾ കസ്റ്റമേഴ്സിനെ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ വിശ്വാസത്തെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുകയും അതുമൂലം ലോയൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് രൂപീകരിക്കുന്നതിനും ഒരു കമ്മ്യൂണിറ്റി ഫീല് കസ്റ്റമേഴ്സും ഈ കമ്പനിയും തമ്മിൽ രൂപീകരിക്കുന്നതിനുമെല്ലാം ഈ ക്യാമ്പയിൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ക്യാമ്പയിൻ വാസ് മ്യൂച്വൽ ട്രസ്റ്റ്. പരസ്പര വിശ്വാസം എന്നുള്ള ഒരു തത്വമാണ് ഈ ക്യാമ്പയിന്റെ പുറകിൽ നമ്മൾ കാണുന്നത്. ഇറ്റ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രസ്റ്റിംഗ് ദ കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു ഗെയിൻ ദെയർ ട്രസ്റ്റ്. കസ്റ്റമേഴ്സിന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. വാട്ട് ഡസ് മുസ്തഫാസ് സ്റ്റോറി അബൌട്ട് ദ വട മേക്കിംഗ് ഇന്നോവേഷൻ ടീച്ച് അബൌട്ട് ദ റോൾ ഓഫ് കോമൺ സെൻസ് ഇൻ ബിസിനസ്? ഇനി എളുപ്പത്തിൽ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ഇന്നോവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ഇന്നോവേഷനകത്ത് കോമൺ സെൻസിന്റെ ഒരു റോളിനെ കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? Musthafa's vada making solution serves as a reminder that sometimes the best innovations are born from simple practical thinking rather than complex technology. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ബെസ്റ്റ് ഇന്നോവേഷൻസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി എന്നല്ല, മറിച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെയാണെന്നുള്ളൊരു മെസ്സേജ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ കാണുന്നു. ഒബ്സർവിംഗ് ഹിസ് കസ്റ്റമേഴ്സ് ചലഞ്ചസ് വിത്ത് മേക്കിംഗ് വഡാസ് അറ്റ് ഹോം, he found a straightforward way to simplify the process, making it accessible for all. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ഉഴുന്നുവട നിർമ്മിക്കുന്നതിനുള്ള ഈ പ്രയാസം അദ്ദേഹം തിരിച്ചറിയുകയും വളരെ എളുപ്പത്തിലുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ആ ചലഞ്ച് മറികടക്കുന്ന ഒരു ഇന്നോവേഷനുമാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. His approach underscores that understanding your customers' real needs can lead to meaningful, lasting solutions. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും ആവശ്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കുന്നതിലൂടെ കൃത്യമായ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു സന്ദേശം കൂടി നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ദി സ്റ്റോറി ഹൈലൈറ്റ്സ് ഹൗ വാല്യുബിൾ കോമൺ സെൻസ് ഈസ് ഇൻ ബിസിനസ്, പ്രൊവൈഡിംഗ് ദാറ്റ് ഇമ്പാക്ട്ഫുൾ ഐഡിയാസ് ഓഫൻ കം ഫ്രം എംഫസൈസിംഗ് വിത്ത് എവറിഡേ ചലഞ്ചസ്. അപ്പൊ നിത്യജീവിതത്തിൽ ആളുകളുടെ ഒരു അനുഭവമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിലൂടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നോവേഷൻസ് കണ്ടെത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. What role did Musthafa's personal ethics play in the growth and direction of ID Fresh Food? ഇനി ഇവരുടെ കമ്പനിയുടെ വളർച്ചയിൽ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ എത്തിക്സ് അല്ലെങ്കിൽ ഈ വ്യക്തി മൂല്യങ്ങൾ എങ്ങനെയാണ് സഹായകമാകുന്നത്? Musthafa's commitment to ethical principles has been a guiding force behind ID's growth, setting a foundation of transparency and quality. അപ്പോൾ ഇദ്ദേഹത്തിന്റെ എത്തിക്കൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾ ഈ കമ്പനിയുടെ വളർച്ചയിൽ നിർണായകമാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കമ്പനിയുടെ ഒരു അടിസ്ഥാനമായിട്ട് തന്നെ സുതാര്യതയും അതുപോലെ ക്വാളിറ്റിയുമാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം അദ്ദേഹത്തിന്റെ എത്തിക്കൽ വാല്യൂസിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. His aversion to interest-based loans made sure the company's growth was natural and sustainable. ഇനി ഇൻട്രസ്റ്റ് ബേസ്ഡ്, പലിശ ബേസ് ചെയ്തുകൊണ്ടുള്ള ലോണുകൾ വേണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ എത്തിക്കൽ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമാണ്. അതിലൂടെ അവരുടെ കമ്പനിയുടെ വളർച്ച നാച്ചുറൽ ആയിരിക്കും, കുറുക്കു വഴിയിലൂടെ ഉള്ളത് ആയിരിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. The decision to turn down the Taj Hotel's offer for ethical reasons helped them focus on building their brand instead of becoming a contract manufacturer. ഇനി താജ് ഹോട്ടലിൽ നിന്ന് ലഭിച്ച അവരുടെ വലിയ ഓർഡർ അവർ നിരസിക്കുന്നതും ഈ ധാർമ്മിക മൂല്യങ്ങൾ കാരണം കൊണ്ടാണ്. അതും ഇവർക്ക് ഉപകാരപ്രദമാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരൊരു കോൺട്രാക്ട് മാനുഫാക്ചറർ ആയി മാറുന്നതിന് പകരം ഈ ഹോട്ടലുകളിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങനെ ഒരു കോൺട്രാക്ട് മാനുഫാക്ചറർ ആയിട്ട് ഇവർ മാറുന്നതിന് പകരം സ്വന്തം ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം കൊണ്ട് സാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. By staying true to his values, Musthafa earned the trust and respect of customers who value authenticity, making ID Fresh Food a trusted name for quality and integrity. ഇനി ഇദ്ദേഹത്തിന്റെ ഈ വാല്യൂസിൽ, മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിന്റെ ഒരു ട്രസ്റ്റ് നേടുന്നതിനും സുതാര്യമായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള ബിസിനസ്സാണ് ഇവർ നടത്തുന്നത് എന്നുള്ള ഒരു കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് നേടുന്നതിനും ഇവർക്ക് സഹായകരമായിട്ടുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വളർച്ചയ്ക്ക് സഹായിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, analysis of Musthafa's early life experiences on his leadership style and business philosophy. ഇദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈലും ബിസിനസ് ഫിലോസഫിയും രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെയാണ് സ്വാധീനം നടത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. PC Musthafa's journey from a remote village in Kerala to becoming a successful entrepreneur
ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഹിസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസസ്. അദ്ദേഹം കേരളത്തിലെ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്ന് ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആവുന്ന യാത്രയിൽ അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതാനുഭവങ്ങൾ വളരെയധികം സ്വാധീനമുള്ളതാണ്. ഹിസ് ഹംബിൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ടോട്ട് ഹിം ദ വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ, റെസീലിയൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. അദ്ദേഹം ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ അനുഭവം അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കുറിച്ചും നിശ്ചയദാർഢ്യത്തെക്കുറിച്ചിട്ടും അതുപോലെ വിനയത്തെക്കുറിച്ചിട്ടുമുള്ള പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ദീസ് ചലഞ്ചസ് ഷേപ്ഡ് ഹിസ് പെർസ്പെക്റ്റീവ്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് അഥവാ ലോകവീക്ഷണം രൂപപ്പെടുന്നത് ഈ അനുഭവങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും എല്ലാം കടന്നുപോയിക്കൊണ്ടാണ്. ഇൻസ്റ്റിലിംഗ് ഇൻ ഹിം എ സ്ട്രോങ് സെൻസ് ഓഫ് എംപതി ആൻഡ് എ കമ്മിറ്റ്മെന്റ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന് ഒരു എംപതി അല്ലെങ്കിൽ സഹാനുഭൂതിയും സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ മൂല്യങ്ങളുമെല്ലാം ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. When founding ID Fresh Food, he integrated these principles into the business, focusing on purpose and authenticity over pure profit. ഇനി അദ്ദേഹം ID Fresh Food എന്ന അദ്ദേഹത്തിന്റെ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തും ഈ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബിസിനസ്സാണ് അദ്ദേഹം തുടങ്ങുന്നത്. വെറും ലാഭത്തിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുക എന്നുള്ള സങ്കല്പമല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം താജ് ഹോട്ടലിൽ നിന്നുള്ള ഓർഡർ നിരസിക്കുന്ന ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണുന്നുണ്ട്. എത്തിക്കൽ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് ലാഭത്തിന് വേണ്ടി മാത്രമല്ലാത്ത ഒരു ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നു. മുസ്തഫാസ് ലീഡർഷിപ്പ് സ്റ്റൈൽ എംഫസൈസസ് എത്തിക്സ്, ട്രാൻസ്പെറൻസി ആൻഡ് എംപതി, aiming to build a company that values its customers, employees and society at large. ഇനി അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ എത്തിക്സ്, ധാർമ്മിക മൂല്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ട്രാൻസ്പെറൻസി, സുതാര്യമായിട്ടുള്ള ബിസിനസ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. കസ്റ്റമർ ട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു. ആൻഡ് എംപതി, പിന്നെ ഒരു സഹാനുഭൂതിയും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈലിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കസ്റ്റമേഴ്സിനോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ജീവനക്കാരോടും പൊതുവിൽ സമൂഹത്തോടും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നത്. His belief in simplicity is reflected in product innovations like the Vada batter with a built-in nozzle, demonstrating that impactful solutions can be straightforward. ഇനി അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി, ഈ ലാളിത്യമുള്ള ജീവിതത്തിന്റെ ഈ ഗുണങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഇന്നോവേഷൻസിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വട ബാറ്റർ പാക്ക് നിർമ്മിക്കുന്നത് കോമൺ സെൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷനിലൂടെയാണ്. അപ്പോൾ അവിടെയും നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതാനുഭവങ്ങളുടെ ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. ഹിസ് പേഴ്സണൽ എത്തിക്സ് ഗൈഡ് കമ്പനീസ് ഫിനാൻഷ്യൽ പ്രാക്ടീസസ്, ഇൻക്ലൂഡിംഗ് an aversion to interest-based loans and a refusal to compromise brand integrity for short-term gains. ഇനി അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസിലും ഈ എത്തിക്സിന്റെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള ലോണുകൾ വേണ്ട എന്ന് പറയുന്നതും അതുപോലെ ആൽക്കഹോളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ടതില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തിലെല്ലാം ഈ എത്തിക്കൽ വാല്യൂസ് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന് നേടിയിട്ടുള്ള വാല്യൂസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഓവറോൾ Mustafa's early experiences have shaped his leadership and defined a culture and value system at ID Fresh Food that prioritizes trust, authenticity and social responsibility. അപ്പോൾ പൊതുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് ഫിലോസഫിയും, കസ്റ്റമർ ട്രസ്റ്റ്, അതുപോലെ തന്നെ സാമൂഹിക ഉത്തരവാദിത്വം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് ഫിലോസഫിയും അദ്ദേഹം രൂപപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് എക്സ്പീരിയൻസിന്റെ സ്വാധീനം കൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോഡർ ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പ് റിഫ്ലക്റ്റഡ് ഇൻ ID Fresh Foods ജേർണി. ID Fresh Foodന്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിലെ ട്രെൻഡുകളെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? The story of ID Fresh Food reflects broader trends in Indian entrepreneurship with a focus on innovation, ethics and social responsibility. അപ്പോൾ ID Fresh Foodന്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ബ്രോഡർ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നത് ഇന്നോവേഷൻ, എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങളിൽ ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിൽ ഫോക്കസ് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. The rise of companies like ID Fresh signifies a new entrepreneurial spirit in India, blending traditional values with modern business practices.
അപ്പോൾ ID ഫ്രഷ് പോലുള്ള കമ്പനികളുടെ ഈ ഒരു വളർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ട്രഡീഷണൽ വാല്യൂവും മോഡേൺ ബിസിനസ് പ്രാക്ടീസും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. നമ്മൾ പറയുകയുണ്ടായി ഇദ്ദേഹത്തിന്റെ എത്തിക്കൽ വാല്യൂസിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചിട്ട്. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസും മോഡേൺ ബിസിനസ് പ്രാക്ടീസിന്റെ ഇന്നോവേഷനും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിൽ നിലനിൽക്കുന്നതായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Musthafa's solution-oriented approach meets urban customers' demand for convenience without sacrificing authenticity. ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അർബൻ പോപ്പുലേഷൻ, നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അത്തരമൊരു മിഡിൽ ക്ലാസ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ ഈ ഒരു തിരക്കിട്ട ജീവിതത്തിനിടയിൽ അവരുടെ ആവശ്യമാണ് കൺവീനിയന്റ് ആയിട്ടുള്ള എന്നാൽ ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കണം, എന്നാൽ അതേ സമയത്ത് അവർക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കാനും കഴിയില്ല എന്നുള്ള തിരക്കിട്ട ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ദിസ് അലൈൻസ് വിത്ത് ദ ട്രെൻഡ് ഓഫ് കസ്റ്റമർ ഫോക്കസ്ഡ് ഇന്നോവേഷൻ അപ്പീലിംഗ് ടു ഇന്ത്യസ് ഇവോൾവിംഗ് മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈൽ വൈൽ ഓണറിംഗ് കൾച്ചറൽ റൂട്ട്സ്. അപ്പൊ നമ്മളിവിടെ കാണുന്നത് കൾച്ചറൽ റൂട്ട്, അതായത് ഈ ദോശ, ഇഡ്ഡലി, വട പോലുള്ള ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഈ തിരക്കിട്ട ജീവിതത്തിൽ അവർക്ക് 2 മിനിറ്റ് കൊണ്ട് മാഗി ഉണ്ടാക്കി കഴിക്കാം എന്നല്ല അവർ ചിന്തിക്കുന്നത്, മറിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് കീപ്പ് ചെയ്യുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു അർബൻ ലൈഫിന്റെ തിരക്കിട്ട ജീവിതത്തിലുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടുമുള്ള ബിസിനസ്സുകൾ ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ള ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മുസ്തഫാസ് റിഫ്യൂസൽ ടു കോംപ്രമൈസ് പ്രിൻസിപ്പിൾസ് as demonstrated by turning down the Taj Hotel's lucrative offer highlights a growing consciousness in entrepreneurship. ഇനി ഈ പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായിട്ടുള്ള, മൂല്യങ്ങളിൽ, തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ള ഒരു ട്രെൻഡ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇദ്ദേഹം താജ് ഹോട്ടലിൽ നിന്നുള്ള ഓർഡർ നിരസിച്ചു. അത് അദ്ദേഹത്തിന്റെ എത്തിക്കൽ വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ട കാരണം കൊണ്ടാണ് നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിനകത്ത് ഈ പ്രിൻസിപ്പിൾസിൽ, തത്വങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. Today's entrepreneurs recognize that building a brand rooted in transparency and social responsibility fosters long-term customer loyalty and trust. അപ്പോൾ ഇന്നത്തെ എന്റർപ്രന്യൂഴ്സ് മനസ്സിലാക്കുന്നുണ്ട് ട്രാൻസ്പെറൻസി, സുതാര്യതയും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും, സാമൂഹിക ഉത്തരവാദിത്വവും കാണിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റും അതുപോലെ തന്നെ ലോങ് ടേമിൽ അവരുടെ ബിസിനസ്സിന് വളർച്ചയും നൽകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസുകൾ കൊണ്ട് നടക്കും എന്നുള്ള കാര്യം ഇന്നത്തെ എന്റർപ്രന്യൂഴ്സ് മനസ്സിലാക്കുന്ന ഒരു ട്രെൻഡ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നു. ID's emphasis on practical solutions reflects a trend valuing simplicity and common sense as seen with the vada batter and the nozzle innovation. മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ ടെക്നോളജി ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എന്റർപ്രന്യൂർഷിപ്പും ബിസിനസ്സുകളൊക്കെ വളരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കോമൺ സെൻസിലും പ്രാക്ടിക്കൽ സൊല്യൂഷനിലും അധിഷ്ഠിതമായിട്ടുള്ള ഇന്നോവേഷൻസിലൂടെയുള്ള എന്റർപ്രന്യൂർഷിപ്പും ബിസിനസ്സും ഈ ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം, അത്തരമൊരു ട്രെൻഡിനെ കുറിച്ചിട്ടുള്ള ചിത്രം കൂടി ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻ ദിസ് വേ ID Fresh embodies the broader trends of profitable yet principled business in the Indian entrepreneurial landscape. അത്തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആണ്, ലാഭകരമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അത് പ്രിൻസിപ്പിൾസിലും, തത്വങ്ങളിലും, മൂല്യങ്ങളിലും അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെ നടത്താൻ കഴിയും എന്നുള്ള ട്രെൻഡ് ഇന്ത്യൻ എന്റർപ്രന്യൂർഷിപ്പിനകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.